ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വുമൻസിനെ കുറിച്ചുമാണ്. അതുപോലെ തന്നെ വിമൻസിന് ഇന്ത്യയിൽ എന്തെല്ലാം രീതിയിൽ നമ്മൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇന്ത്യയിലെ വുമൻസിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർത്തു. ഓക്കെ, ഇനി വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യൻ സെനാറിയോ. അപ്പൊ വുമൻസിന്റെ ഡെവലപ്മെന്റ് ഇന്ത്യൻ സെനാറിയോയിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, വിമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് ആർട്ടിക്കിൾസ് വഴിയൊക്കെ വുമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വുമൻസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 ഒക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വുമൻസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഈ വിമൻസിനെ എത്രത്തോളം നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ നിയമങ്ങളാണ് വിമൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം രണ്ടും ഗേൾസിന് വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ പറയുന്നത്. വിമൻസിനെ കുറിച്ചാണ് പറയുന്നത്. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. വിമൻ ആൻഡ് ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്ന് പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സബ്സ്റ്റൻസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ പ്രിയാമ്പിൾ വിത്ത് എക്സ്പെറൻസ് ദ പീപ്പിൾ ഐഡിയൽസ് ആൻഡ് ഗോൾസ്. ദ പ്രിയാമ്പിൾ ബിഗിൻസ് ബൈ stating that the constitution is given to us the people of India. The constitution origins can thus be tracked back to the people India, people of all caste, communities, religions and sexes. അപ്പം നമ്മൾക്കറിയാം നമ്മുടെ ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. വിമൻസിനെ വളരെയധികം താഴ്ന്ന പദവിയായിരുന്നു വിമൻസിന് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ സൊസൈറ്റി നൽകിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് അൺടച്ചബിൾ, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു അല്ലെ. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ എഴുതി വെക്കാം. ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ വിമൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് എഴുതാം. അതുപോലെ തന്നെ സ്വയം ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്വയം വിവാഹം കഴിക്കേണ്ട പ്രായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ചോ കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം പോലും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് എപ്പോഴും സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ മുന്നോട്ട് വന്നത്. അവര് പല സമരങ്ങളിലും ഇന്ത്യയിലെ സ്ത്രീകൾ പങ്കെടുക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഇന്ത്യയുടെ മെയിൻ മേഖലകളിലേക്ക് മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ വന്നു തുടങ്ങിയതും ഒക്കെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. നമ്മുടെ അടുക്കൽ നിന്ന് അരങ്ങിലേക്ക് എന്ന് പറയുന്ന ഒരു നാടകമൊക്കെ നമ്മൾ വീട്ടിൽ പടതിരിപ്പാട് എഴുതിയതൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അത്രയും കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യ സമര കാലഘട്ടം ആയപ്പോൾ പുരുഷന്മാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പല സ്വാതന്ത്ര്യ സമര സേനാനികളും പുരോഗമന ചിന്താഗതിക്കാരും ഇന്ത്യയിൽ സ്ത്രീകളെയും കൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും കുറച്ച് നിയമങ്ങളും ആർട്ടിക്കിൾസും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 14 ഒന്ന് നോക്കാം. Assures that the state will not deny equality before the law and equal protection under the law. Article 40, equality before the law. Within the territory of India, the state will not refuse any person equality before the law or equal protection under the law. ആർട്ടിക്കിൾ 40 എന്ന് പറയുന്ന ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് ഓർക്കുക. സമത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ 40 വഴിയിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെന്നാണ് പറയാം. പക്ഷെ ഇന്ന് നമുക്ക് ആ ഒരു അവകാശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ഉണ്ട്, കുറെയൊക്കെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. പൂർണ്ണമായിട്ടുള്ള ഒരു തുല്യത നമുക്ക് ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 നോക്കുക.
bans discrimination on the basis of sex against by any citizen. Article 50 authorized the government to make positive discrimination in favor of women and children. Article 15 prohibits discrimination on the basis of religion, race, caste, and sex or birthplace. അപ്പൊ ആർട്ടിക്കിൾ 15 എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർട്ടിക്കിൾ 15 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ആർട്ടിക്കിൾ 15 prohibits discrimination on the basis of religion, race, കാസ്റ്റ്, സെക്സ് ഓർ ബർത്ത് പ്ലേസ്. ഒന്നിന്റെയും അടിസ്ഥാനത്തിൽ ആരെയും വേർതിരിച്ച് കാണരുതെന്നാണ് ആർട്ടിക്കിൾ 15 പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത് പ്ലേസോ അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്ന വംശം, അതുപോലെ തന്നെ ജാതി, നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയാണോ പുരുഷനാണോ ആ ഒരു വ്യത്യാസത്തിൽ, നമ്മുടെ റിലീജിയനിന്റെ വ്യത്യാസത്തിലൊന്നും ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല. എല്ലാവരെയും എല്ലാ കാര്യത്തിലും തുല്യമായിട്ട് കാണണമെന്നാണ് ആർട്ടിക്കിൾ 15 പറയാം. അപ്പൊ ആർട്ടിക്കിൾ 14 15 ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ വരുന്നത് 15 തന്നെ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് is prohibited. The state may not discriminate against citizens solely on the basis of religion, race, caste, sex or place of birth or any combination of these factors. This article has no bearing on the state ability to provide particular provisions for women and children. അപ്പോൾ വിമൻസിനും ചിൽഡ്രൻസിനും വേണ്ടിയിട്ട്, അതായത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക പരിരക്ഷ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 15 ഒഴിവാക്കിയിട്ടുള്ളതെന്നും കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്ന് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് വുമൻ എൻഗേജ്ഡ് ഇക്വാലിറ്റി ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് ഹാവ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആസ് മെയിൽസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലെജിസ്ലേഷൻ enabling them to participate effectively in the governance of the country. അപ്പോൾ എന്താണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തുല്യ നിയമമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പുരുഷന്മാർക്ക് ഒരു നിയമം, സ്ത്രീകൾക്ക് ഒരു നിയമം, അങ്ങനെയില്ല. രണ്ട് ആളുകൾക്കും തുല്യമായിട്ടുള്ള നിയമം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സ് രണ്ടു കൂട്ടർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പൊളിറ്റിക്കൽ റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരു ലിംഗം കൂടി ഉണ്ട് അല്ലെ. മൂന്നാം ലിംഗക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് റൈറ്റ്സും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ അംഗീകരിച്ച് വരുന്നതും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ. അപ്പം they have had negligible impact before. They are underrepresented in politics. In the Constitutional Assembly, there were just 7 women, and its number would subsequently drop much further. This Lok Sabha representation is far lower than projected. This have promoted calls for 33% of seats in the Lok Sabha and Vidhan Sabhas to be reserved for women. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പൊളിറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ പലപ്പോഴും സ്ത്രീകളെ നമുക്ക് മുഖ്യധാരയിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമേ സ്ത്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിമാർ, ഇത്രയും രാഷ്ട്രപതിമാരെ നമ്മുടെ ഭരിച്ചതിൽ 2 സ്ത്രീകൾ മാത്രമേ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ദ്രൗപദി മുർമു വന്നു, അതിനു മുൻപ് പ്രതിഭ പാട്ടീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ 2 വനിതാ രാഷ്ട്രപതിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പല പ്രധാനപ്പെട്ട മേഖലകളിലും അല്ലെങ്കിൽ മന്ത്രിമാരിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിമാരിലൊക്കെ ഏകദേശം ചുരുങ്ങിയ സ്ത്രീകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ ആരാണ് സ്ത്രീകളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഭരിക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തവരാണോ സ്ത്രീകൾ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അവരുടെ സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ലോകസഭയിൽ 33% സീറ്റുകൾ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മെയിൻ പോയിന്റ് ആണ്. ലോകസഭയിൽ 33% സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നടപടിക്ക് വന്നതിന് ശേഷമാണ് അല്ലെ ലോകസഭയിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത്, ഈവൻ നമ്മുടെ പഞ്ചായത്തുകളിൽ പോലും ഒരുപാട് സ്ത്രീ മെമ്പേഴ്സും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഒരുപാട് സ്ത്രീകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ആയിട്ട് നിയമിക്കപ്പെടാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു നിയമത്തിന് വന്നതിന് ശേഷമാണ്. ആ പണ്ട് കാലഘട്ടങ്ങളിൽ ഇത്രയും പ്രശ്നമൊന്നും അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യമൊന്നും കൊടുത്തിരുന്നില്ല. പുരുഷാധിപത്യപരമായിരുന്നു നമ്മുടെ രാഷ്ട്രീയം. പക്ഷെ ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റിസർവേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അവരുടെ ചില സ്ത്രീകൾക്കൊക്കെ ഇങ്ങോട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഫാമിലി സപ്പോർട്ടും വളരെ കുറവാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന അത്രയും ഒരു നല്ല മേഖലയല്ല, സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തത് കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് മടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഇക്കണോമിക് റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്.
There has been a slew of legislation guaranteeing people equal rights in recent years. The provisions of the fundamental rights and directive principles of state policy have shaped these laws. Again, there is a complete lack of understanding women's economic rights. Give the essential protection in these areas. Laws have been created to enhance their situation in subjects linked to earning, maternity benefits, equality, remuneration, and property സക്സഷൻ. അപ്പോൾ നമ്മുടെ ഇക്കണോമിക് റൈറ്റ്സിന്റെ കാര്യം കൂടെ കൃത്യമായിട്ട് ഓർത്തിരുന്നോളൂ. വുമൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇക്കണോമിക് റൈറ്റ്സ് ആണ് മെറ്റേണിറ്റി ലീവ് പോലെയുള്ളത്. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞ വിവാഹശേഷം അവളുടെ ഇപ്പൊ ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ വിവാഹശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ജോലി രാജിവെക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റ്സ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അവൾക്ക് മാത്രമേ ഒരു കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ള ആ ഒരു അവകാശം ആ ഒരു കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കുകയും അങ്ങനെ മെറ്റേണിറ്റി ലീവ് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ഒരുപാട് ഗവൺമെന്റ് സെക്ടറുകളിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിലാണ് കൂടുതൽ പേയ്മെന്റോട് കൂടിയ മെറ്റേണിറ്റി ലീവ് ഒക്കെ കിട്ടുക. അല്ലാതെ പല സ്ഥലങ്ങളിലും മെറ്റേണിറ്റി ലീവ് ഉണ്ടെങ്കിൽ പോലും പേയ്മെന്റോട് കൂടി അല്ലായിരിക്കും ചിലപ്പോൾ അത് ലഭ്യമാവുക. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ഇനിക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും ഇന്ന് പക്ഷേ സ്ത്രീകൾക്ക് ഗവൺമെന്റ് മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു മെറ്റേണിറ്റി ലീവ് കിട്ടുന്നുണ്ട്. അതിന്റെ ആനുകൂല്യങ്ങൾ കുറച്ച് കിട്ടുന്നുണ്ട്. അത് വളരെ ഒരു ഇക്കണോമിക് റൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾ ഉണ്ടായത് കൊണ്ട് അവർക്ക് ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഇക്കണോമിക് അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റേണിറ്റി ലീവ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ലഭ്യമാകുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് സ്ത്രീകൾക്ക് പണ്ട് കാലഘട്ടങ്ങളിൽ ഇപ്പോഴാണെങ്കിൽ പോലും എന്താണ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഇല്ല. പുരാതനമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത സ്വത്തുക്കളിൽ പുരുഷന്മാരെക്കാൾ ഉള്ള അവകാശമൊന്നും സ്ത്രീകൾക്കില്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണ് അച്ഛനമ്മമാര് ആൺമക്കൾക്കാണ് അവരുടെ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് എന്താണ് അതിനുള്ള ഒരുപാട് റൈറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് നിയമങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കും അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിന് തുല്യമായ അവകാശമുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ന് നമുക്ക് നിയമങ്ങളുണ്ട്. ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ നിയമങ്ങൾ, മുസ്ലിം നിയമങ്ങളൊക്കെ പിന്തുടർച്ച അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നോളൂ. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട്. ദ configuration of certain of our countries' personal laws which offer greatest barrier in the context has been the most crucial step in giving social justice women in the realm of criminal justice, gender neutrality of the law working against women charged since is imposed and a tremendous burden on the prosecutor in particular circumstances such as rape and dowry prosecutions. അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് ഡൗറിയുടെ പേരിൽ ഒരുപാട് സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആക്ടുകളും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേപ്പിന് വേണ്ടിയിട്ട് റേപ്പിസ്റ്റുകൾക്ക് ഒരുപാട് കഠിനമായ ശിക്ഷകൾ നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു നീതി അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് വുമൻസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ വുമൻസ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സ് നമ്മൾ ലോകസഭയിൽ 33% സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥാനമാനങ്ങൾ. അതുപോലെ തന്നെ ഇക്കണോമിക് റൈറ്റ്സ് നമ്മൾ മെറ്റേണിറ്റി ലീവ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അച്ഛനമ്മമാരുടെ സ്വത്തിലുള്ള തുല്യ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് നിയമം വഴി. പക്ഷെ ഇന്ന് പലരും അത് അവകാശവാദം ഉന്നയിക്കാറില്ല. പിന്നെ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. റേപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ഡൗറി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഗാർഹിക പീഡനം ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാറുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കറന്റ് സിനേറിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ചലഞ്ച് ഓഫ് ജെൻഡർ എംപവർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ജെൻഡർ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് വുമൻസ് engagement in development faces numerous obstacles. One of the major and a concern in social and culturally with a frequently cast hierarchical barrier and prevent women from participating in a variety of activities that are open to their male
കണ്ടംബ്രാട്സ്. അപ്പൊ ഈ ഒരു ജെൻഡർ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകൾക്ക് പല മേഖലകളിലും ഉന്നതമായിട്ടോ അല്ലെങ്കിൽ ഉന്നതമായ പദവിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല മേഖലകളിലും സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം കുറവാണ്. പ്രത്യേകിച്ച് വളരെ ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാഹസികമായിട്ടുള്ള ചില ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് സ്ത്രീകളെ ഇന്നും സമൂഹം മുന്നോട്ട് വലിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ നാവികസേന അല്ലെങ്കിൽ മറ്റ് ചില തൊഴിലുകളൊക്കെ ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് ചില പരിമിതികളും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് എന്താണ് പണ്ടത്തേനേക്കാൾ ഒരുപാട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. സ്ത്രീകളുടെ എംപവർമെന്റ് കുറച്ചുകൂടെ ശക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതെങ്ങനെയാകുമെന്ന് നമുക്ക് അറിയുകയുമില്ല അല്ലെ. പിന്നെ കാസ്റ്റ് ആൻഡ് വുമൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ കാസ്റ്റും വുമനും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത്. കാസ്റ്റ് എക്സിസ്റ്റ് ഇൻ വേരിയസ് ഫോംസ് ത്രൂ ഔട്ട് സൗത്ത് ഏഷ്യ. ഇറ്റ് ഫ്രീക്വന്റ്ലി ക്രോസ് റിലീജിയൻസ് ലൈൻസ് ഇൻ ഇന്ത്യ civilization. The lowest caste, sometimes referred to as untouchables, in severely marginalized. Women who work in the untouchables are even more marginalized. Or the other forms of gender discrimination exist in India society as well. The role of Ka Panchayat is one example. അപ്പോൾ അപ്പം നല്ല രീതിയിൽ നമ്മുടെ കാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നതിൽ നമ്മുടെ പലപ്പോഴും ജാതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ചില ഇടങ്ങളിലൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇന്നും ജാതി കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതിയിലെ പയ്യൻ ഉയർന്ന ജാതിയിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ആ താഴ്ന്ന ജാതിയിലെ പയ്യനെ കൊല്ലാനായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴ്ന്ന ജാതിയിലെ പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ജാതിയിലെ ആൺകുട്ടീനെ കൊല്ലാൻ പോലും അല്ലെങ്കിൽ പെൺകുട്ടീനെ കൊല്ലാൻ പോലും അവിടുത്തെ വീട്ടുകാർ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ജാതി കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാതിയുടെ പേരിലുള്ള അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ പലപ്പോഴും ഇല്ലാതായിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും ഇന്നും അതിന്റെ രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജാതിയുടെ കാണാത്ത അതിർവരമ്പുകൾ ഇന്നും പലയിടത്തും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ പഞ്ചായത്ത് എന്ന് പറയുന്നതും ഒരു ഇതാണ്. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു ഒരു സഭ കൂടുക, ഗ്രാമപഞ്ചായത്തുകളിൽ പഞ്ചായത്തുകൾ കൂടുക എന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് ചില സ്ഥലങ്ങളിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അവരവരുടെ നാട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അവർ സഭ കൂടിയിട്ട് ആ ഒരു സഭയിലാണ് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുക. എന്ത് വേണം ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഫർദർ നടപടികളൊക്കെ എടുക്കുന്ന ആ സഭയിലാണ്. അപ്പൊ ആ സഭയെ അറിയപ്പെടുന്ന പേരാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇന്നും പലയിടത്തിലും പഞ്ചായത്തുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ പഞ്ചായത്ത് is the union of few villages found primarily in North India, particularly in Haryana, Uttar Pradesh and Rajasthan. However, it can be found in other parts of the nation in similar forms. അപ്പോൾ ഉത്തർപ്രദേശും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ ഉള്ള ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സഭേനെയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതൊരു ലോ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ നടത്തുന്ന ഒരു സഭയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം കാണാനായിട്ട് ഇപ്പം നമ്മൾ കോടതിയൊക്കെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് പറയുക കേട്ടോ. Panchayats are frequently in charge is making judgments ranging from clothing or codes to marriage restrictions. Political and ideological organizations as well as females are engaged in perceiving community boundaries, particularly in Hindu-Muslim connections. Each person's role in the violence cannot be understood or addressed in isolation. Panchayats have recently been under fire from the general public, the media and women's organization of their practices of boundary and violence, particularly against women. അപ്പോൾ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാനയിലും രാജസ്ഥാനിലും അതുപോലെ ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ളൊരു സഭയാണെന്ന് ഓർത്തിരിക്കുക. അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജഡ്ജ്മെന്റ്സ് നടത്തുന്ന ഒരു സഭയാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ പഞ്ചായത്തുകളിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു പ്രഭുക്കന്മാരായിരിക്കും അല്ലെങ്കിൽ ഭൂവുടമകൾ, ഇപ്പൊ ജമ്മിമാരായിട്ടുള്ള ആളുകളൊക്കെ ഇല്ലേ, അവരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇതിൽ മുഖ്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഒക്കെ നടത്തുന്ന ആളായിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടാവും. അതുപോലെ തന്നെ ചില പരമ്പരാഗതമായ ചിന്തകള് അല്ലെങ്കിൽ ആ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ചില ക്രൂരമായ ചിന്തകളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ജഡ്ജ്മെന്റ്സ് ഒന്നും ശരിക്കും ക്രിയാത്മകമാകണമെന്നില്ല, അതുപോലെ തന്നെ ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഒരുപാട് വിമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ പഞ്ചായത്തുകളിൽ അവർ വിധി നിർണ്ണയിച്ചിട്ടുള്ളത്. അതൊക്കെ ആ പഞ്ചായത്തുകളെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റിന് ഒരു കാരണമായിട്ടുണ്ട്. പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലീഗൽ ആണ്, അതൊന്നും നടത്താൻ പാടില്ല, അതിന്റെ പേരിലുള്ള ജഡ്ജ്മെന്റ്സും ഒക്കെ ഇല്ലീഗൽ ആണ്. പക്ഷെ ഇന്നും അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. അത് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ ഒരു
ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളൊക്കെ. പ്രത്യേകിച്ച് തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ തേന്മാവിൻ കൊമ്പത്താണോ ഏതൊരു സിനിമയിൽ ഇത്തരത്തിലുള്ള പഞ്ചായത്തുകൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നെടുമുടി വേണുവും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ ഈ ഒരു പഞ്ചായത്തിൽ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്, ഇതുപോലെയുള്ള പഞ്ചായത്ത് പോലെയുള്ള ഒരു ഫോം തന്നെയാണ് കേട്ടോ അതും. അതിൽ ഒരു സ്ത്രീയും പുരുഷനും അവർക്ക് ജനിക്കുന്ന കുട്ടി, ഞങ്ങൾ രണ്ടുപേരും കറുത്താണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വെളുത്ത കുട്ടി ഉണ്ടായത് തുടങ്ങിയ ഒരു ഒരു കോൺവെർസേഷൻ ഒക്കെ അവിടെ വരുന്നത് കാണാം നമുക്ക്. അപ്പോൾ ആ ഒരു പെൺകുട്ടീനെ എല്ലാവരും ക്രൂശിക്കുമ്പോൾ, ആ ഒരു പെൺകുട്ടീനെ എല്ലാവരും ഒരു തേജോവധം ചെയ്യുമ്പോൾ ആ നെടുമുടി വേണു അതിനകത്ത് ഇടപെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളുടെ ഒക്കെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളെ തേജോവധം ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില നടപടിക്രമങ്ങളൊന്നും അല്ലായിരുന്നു അവിടെ ആ ഒരു ഗ്രാമപഞ്ചായത്തിൽ എടുക്കുക. നമുക്കാണെങ്കിൽ നമ്മുടെ ഇപ്പൊ കോടതിയിലാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവരവരുടെ DNA ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടായിരിക്കും തീരുമാനം എടുക്കുക അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് വെറുതെ ഒരു ഊഹാപോഹത്തില് തീരുമാനങ്ങൾ എടുക്കുകയും ആളുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവര് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക. അതുകൊണ്ട് പഞ്ചായത്തുകൾ ഇന്ന് ഉണ്ടെങ്കിലും നമുക്ക് അത്രയും ഇല്ലീഗൽ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഒരു താഴ്ന്ന ജാതിയിലെ ഒരു പുരുഷൻ ഉയർന്ന ജാതിയിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആ ഒരു ആൺകുട്ടിയുടെ പെങ്ങളെ ആ ഒരു പഞ്ചായത്തിലെ ആളുകളും അതുപോലെ തന്നെ മറ്റു നാട്ടുകാരും ഒക്കെ ചേർന്ന് പീഡിപ്പിക്കുകയും അതിനെ വധിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പൊ അതൊക്കെ ഒരു സംഭവമായിട്ട് ന്യൂസുകളിലൊക്കെ വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളൊക്കെ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത്തെ സിനാറിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ജെൻഡർ എംപവർമെന്റ് ഇന്നുണ്ട്, അതുപോലെ തന്നെ കാസ്റ്റ്, വുമൺ, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ, ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് മിക്കവാറും വിമൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ജെൻഡർ ഇനിക്വാളിറ്റീസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് സ്ത്രീകൾക്ക് നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം സംരക്ഷണം കൊടുക്കുന്നുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പൊ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 20 മാർക്കിനൊക്കെ ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ വരിക, നിങ്ങൾക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെക്കാനായിട്ട് സാധിക്കും. കാരണം ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജെൻഡറും അതുപോലെ തന്നെ സൊസൈറ്റിയും വിമൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് സെൽഫ് ആൻഡ് നേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇന്റർ സെക്ഷനാലിറ്റി, റേസ്, എത്നിസിറ്റി ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ റേസ് എന്ന് പറയുന്നത് എന്താണ്, വംശം, എത്നിസിറ്റിയും ഒക്കെ, റേസും എത്നിസിറ്റിയും കാസ്റ്റും ജാതിയും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The Institute of International Research and Policy at Simon Fraser University, for example, has developed the intersectionality-based policy analysis initiative such as attempt in rooted in the demonstration of policy making experience among stakeholders, organize the beliefs in intersectional praxis, include social justice organization working on genetic social technology, Asian immigrant women advocates, taxes, industrial areas foundation and others. The limb of the 1948 universal justice in the intersectionalist manner human rights discourse is also being influenced by the intersectionalist viewpoint. അപ്പോൾ ഈ ഒരു സെൽഫ് നേഷൻ, അതായത് റേസ്, എത്നിസിറ്റി ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നമ്മുടെ രാജ്യം ഈ ഒരു റേസിനെയും എത്നിസിറ്റിനെയും കാസ്റ്റിനെയും ഒന്നും അടിസ്ഥാനത്തിൽ ഒരാളെയും വിഭജിക്കുന്നില്ല അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചോളാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് റേസിന്റെയോ അല്ലെങ്കിൽ എത്നിസിറ്റിയുടെയോ കാസ്റ്റിന്റെയോ പേരിൽ, റിലീജിയന്റെ പേരിലോ ഒന്നും ആരെയും വേർതിരിച്ച് കാണാനുള്ള അവകാശം ഒരാൾക്കും കൊടുത്തിട്ടില്ല. എല്ലാവരെയും തുല്യരായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ത്രൂ ദ ഇറ്റ്സ് കോംപ്രഹെൻസീവ് ഇന്റൻസീവ് of the relationship between race, class, and gender is a type of internationalist approach expose the shortcoming of intersectionalist thinking. Some of these efforts use intersectionalist approaches to address the greater element of violence. For example, organizations such as 1 Billion Rising for Justice, Columbia University Center of International and Policy Studies for African American Policy Forum, and
the radial anti-violence form reformed groundbreaking instructional meaning of theory and practices. The next part consider the nature of the intercontinent method to dealing with the various realities. അപ്പോൾ നമ്മുടെ ഈ കാസ്റ്റ് റേസും അതുപോലെ തന്നെ എത്നിസിറ്റിയും ഒക്കെ പല രാജ്യങ്ങളിലും പല രീതിയിലാണ് നിലനിൽക്കുന്നത് അല്ലെ. നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു തൊട്ടുകൂടായ്മ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അവരെ കുറച്ചുകൂടെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ആ ഇന്ത്യയില് ബ്രിട്ടീഷുകാരുടെ ആ ഒരു നാട്ടില് അത്തരത്തിലുള്ള ഒരു തൊട്ടുകൂടായ്മ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓരോ രാജ്യത്തിലും ഈ ഒരു എന്താണ് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ പല രീതിയിലാണ് വന്നത്. നമ്മൾ ജാതിയുടെ പേരിലും അതുപോലെ തന്നെ റിലീജിയന്റെ പേരിലുമാണ് ആളുകളെ തരംതിരിക്കുന്നതെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പണത്തിന്റെ പേരിലൊക്കെയാണ് ആളുകളെ തരംതിരിക്കാറ്. അപ്പൊ അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നും ഇന്നും നമ്മൾ അവരെയൊക്കെ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് പലരും കാണുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലെ ആളുകൾ ആഫ്രിക്കൻ രാജ്യത്തിലുള്ള ആളുകളെയൊക്കെ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് കാണുന്നത്. അവർക്കൊക്കെ ഒരു സെക്കൻഡറി പരിഗണനയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എഴുതാൻ പറ്റും. റേസും എത്നിസിറ്റിയും ഒന്നും ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇക്വാളിറ്റിയിലാക്കിയിട്ടില്ല. പലയിടത്തും പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളും ഒക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ പീപ്പിൾസിനെ ആരും അത്ര രീതിയിലൊന്നും വലിയ രീതിയിൽ അവരുടെ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒന്നും അവർ കടത്തിവിടുന്നില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിഗണനയൊന്നും ബ്ലാക്സ് ആയിട്ടുള്ള പീപ്പിൾസിനെ കൊടുക്കാറില്ല. അപ്പൊ അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ അപ്രോച്ചസ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ദ ഓപ്പൺ എൻഡഡ് നേച്ചർ ആൻഡ് ദ ഇന്റർസെക്ഷണൽ അപ്രോച്ച് ഈസ് അനലൈസിംഗ് ദ സെവറൽ ടൈപ്സ് ഓഫ് existential predictions and life words are revealed in the preceding sections. Thus, intersectionalist techniques invented in a short rethinking and remove themselves from provoking narrative heuristics. In intersectionalist approach is aware of the possibilities associated with their understanding of society's multiple nature. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ഫോംസ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷണൽ അപ്രോച്ചസിൽ വരുന്നതാണ്. ഈ ഒരു നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു റേസിന്റെയും അതുപോലെ തന്നെ എത്നിസിറ്റിയുടെയും ഒക്കെ പേരിലുള്ള തരംതിരിവുകൾ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും അല്ലെ. ഒന്ന് സോഷ്യൽ ആയിട്ടുള്ള ഒരു അവയർനെസ് വഴി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ചില തരംതിരിവുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റേസിന്റെ കാര്യത്തിലും എത്നിസിറ്റിയുടെ കാര്യത്തിലുള്ള തരംതിരിവുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു എത്നിസിറ്റിയിലും അതുപോലെ തന്നെ റേസിന്റെ പേരിലുമുള്ള തരംതിരിവുകൾ നമുക്ക് വേണമെങ്കിൽ നിരോധിക്കാം. അതുപോലെ തന്നെ ആളുകൾക്ക് ഒരു സോഷ്യൽ അവയർനെസ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എത്നിസിറ്റിയുടെയും റേസിന്റെയും അതുപോലെ തന്നെ ഒരു ജെൻഡറിന്റെയും പേരിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇന്റർസെക്ഷനാലിറ്റി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ. അപ്പൊ ഇന്ത്യയിലുള്ള കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ എന്നിവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ സാമ്യവും കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ആളുകളെ നമ്മൾ എന്താണ് കൂടുതലായിട്ട് യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകൾ സ്വീകരിക്കാറില്ല. ഈ ഒരു നിറവ്യത്യാസം ആളുകൾക്ക് കൂടുതലായിട്ട് അഫക്ട് ചെയ്യാറുണ്ട്. അതായത് നിറമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ബ്ലാക്സ് ആയിട്ടുള്ള ആളുകളെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകളായിട്ടാണ് ഇന്നും ഈ ഒരു അമേരിക്കൻസ് ഒക്കെ കാണുന്നത്. അതുപോലെ തന്നെ പണമില്ലാത്തതിന്റെ പേരിലുള്ള ഈ ഒരു തരംതിരിവുകളും ആ ഒരു അമേരിക്കയിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി എക്സ്പ്ലെയിൻ ദ ഇന്റർസെക്ഷനാലിറ്റി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് due to its extensive social stratification, Indian society is unique. The main forms of caste, class, and gender articles hierarchy and disparities. And Mahatma Jyotirao Phule were the first intellectuals to investigate the interconnections between caste, class, gender, and region before the independence. We can argue that the intersectionality approach of caste, class, and gender was addressed by the thought praxis. If we read the current published material others by them, let us look at some more scholars who have sexually examined the Indian debates on class, caste, and gender as a response to the dominant women's motivational projects of difference. Gopal Guru outlined the greater context of Dalit women's arguments around the category of difference. Guru went to on the distinguish the environmental and internal factors that influenced the Dalit women's articulations. This decision across in the context of the Basis Conference. The focus of the both internal and environmental factors that discriminate the type of such non-Dalit man, woman dominance, subordinations,
according to Guru, internal relations, including patriarchal characteristics with the Dalit community, that legitimate the mainstream of Dalit women, external influences of non-Dalit elements that legitimate Dalit women's subjugation. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിനേറിയോയില് എങ്ങനെയാണ് നമ്മൾ വിമൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാസ്റ്റ് ക്ലാസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പല സ്വാതന്ത്ര്യ സമര സേനാനികളും നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ പേരിലും അതുപോലെ തന്നെ കാസ്റ്റിന്റെ പേരിലുള്ള തരംതിരിവുകൾക്കെതിരെ സംസാരിച്ചവരാണ്. പ്രത്യേകിച്ച് രാജാറാം മോഹൻ റോയി ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അയ്യങ്കാളി തുടങ്ങിയ ഒരുപാട് ആളുകൾ കാസ്റ്റിന്റെ പേരിലും ഒക്കെ ഉള്ള തരംതിരിവുകളെ ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ ഈ ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലോ ആരെയും തരംതിരിച്ച് കാണാൻ പാടില്ല എന്നൊരു ഉറച്ച ഒരു ബോധ്യം നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് റൈറ്റ്സും ഒരുപാട് തുല്യത ലഭിക്കുന്ന കുറച്ച് നിയമങ്ങളും ഒക്കെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഈ ഒരു തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ശക്തമായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇന്നും ഉണ്ട്. പക്ഷെ നമ്മുടെ നിയമങ്ങൾ മൂലം ഈ ഒരു ദളിതായിട്ടുള്ള ആളുകളുടെ വിമൻസിന്റെയും അതുപോലെ തന്നെ കാസ്റ്റ് പഴയ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ജോലികളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില റിസർവേഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇക്വാലിറ്റി ഉള്ളവരാണ് അല്ലെങ്കിൽ ഇക്വാലിറ്റി അവർക്കുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇന്ത്യൻ കോൺടെക്സ്റ്റില് ക്ലാസ് കാസ്റ്റ് ജെൻഡർ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ കാസ്റ്റും ക്ലാസ്സും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് തരംതിരിവുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ജാതിപരമായിട്ട് മുന്നിലുള്ളത് ബ്രാഹ്മണരാണ്, അതുപോലെ ശേഷമാണ് ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്നൊക്കെയുള്ള കുറച്ച് തരംതിരിവുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ കുറെ ആളുകളിൽ മാറ്റം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എല്ലാവരും ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലാതെയുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത്. അതൊക്കെ നമുക്ക് എഴുതി വെക്കാമേ. പിന്നെ അണ്ടർസ്റ്റാൻഡ് സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്താണ്? പ്രതിരോധമാണ് അല്ലെ. ഇപ്പൊ ജെൻഡറിനും പവറിനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. Feminist scholars have argued women's issues in the past, either within the context of women's empowerment, with mostly focused on the condition of women in India. Outside of it, this method addressed women concerns about their right to vote, property rights, marriage age, enforced widowhood, right to education and job, and women's involvement in rituals, among other things. അപ്പോൾ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആരാണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ള ആളുകളാണ് ഫെമിനിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, സ്ത്രീകളും പുരുഷന്മാരും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും നമ്മൾ ഫെമിനിസ്റ്റുകളാണെന്ന് പറയുന്നു. കാരണം അത് പുരുഷന്മാരാകാം അല്ലെങ്കിൽ സ്ത്രീകളാകാം, ആര് തന്നെ ആയാലും അവര് സ്ത്രീകളെയും പുരുഷന്മാരും തുല്യരായിട്ടാണ് കാണുന്നതെങ്കിൽ അവരെ ഫെമിനിസ്റ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ. ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുമ്പിലാണെന്ന് വിചാരിക്കുന്നവരല്ല. അത് തെറ്റാണ്. സ്ത്രീകളും പുരുഷന്മാർക്ക് തുല്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഓർത്ത് വെച്ച് പഠിച്ചോളുക. കാരണം അത് ചിലപ്പോഴും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് മുന്നിൽ നിന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരായിട്ട് കാണുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് കേട്ടോ. അപ്പൊ ഈ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് പോരാടിയിട്ടുള്ള ആളുകളാണ് ഫെമിനിസ്റ്റുകൾ. അപ്പൊ അവരുടെ വുമൻസിന് പണ്ട് കാലഘട്ടത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പൊ ആ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ മാരേജ് ഏജ് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും എപ്പോഴെനിക്ക് കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കുന്നു, അപ്പം മാത്രം കല്യാണം കഴിച്ചാൽ മതിയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഫെമിനിസ്റ്റിൽ നിന്നാണ് ഉടലെടുത്തത്. അപ്പൊ ആ ഒരു ചിന്ത എന്ന് കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം പെൺകുട്ടികൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ മാരേജ് ഏജിനെ കുറിച്ചും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ജോലി, ഇതിനൊക്കെയുള്ള റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ഫെമിനിസത്തിന്റെ വരവോടെയാണ്. അതുപോലെ തന്നെ ഒരുപാട് നവോത്ഥാനമായിട്ടുള്ള നായകര് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. The substantive topic of women's subordination, namely how does social structure cause particularly type of subordination in the Indian society, has compelled the
feminist sociologists to theories to analyze women's issues in the context of gender stratification in India. Women's subordination is a social phenomena, but its nature, scope, and forms have been shaped by the social, economic, and cultural manner in which the live. As a result, in India, acts of gender subordination will derive from the acts of gender stratification. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നമ്മുടെ ഒരു സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും ആളുകളുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കീഴിൽ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുരുഷന്മാരുടെ കീഴിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അവർ ഭയങ്കര വിധേയത്വമുള്ളവരായിരിക്കണം, അതുപോലെ തന്നെ അവർ എല്ലാവരും അനുസരിക്കുന്നവരായിരിക്കണം തുടങ്ങിയ ചിന്തകളൊക്കെ പണ്ട് കാലം മുതലേ സ്ത്രീകളെ കുറിച്ച് സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചിന്തകളിൽ നിന്ന് സ്ത്രീകളെ അമിതമായി ചൂഷണം ചെയ്യാനും അവരുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു അവകാശം പുരുഷന്മാർക്ക് കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഫെമിനിസ്റ്റുകളുടെ ഒരു അപ്രോച്ചോടുകൂടി ആ ഒരു രീതികളിലൊക്കെ മാറ്റം വരികയും സ്ത്രീകൾ അവരുടെ അവകാശത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും അല്ലെങ്കിൽ ബോധവതികളാവുകയും അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. For example, while the relationship between gender and class might be considered a universal kind of subordination, caste as a social stratification system is unique to India. Similarly, within the outside India, social institutions such as religion and tribe will establish a unique form of female servitude. As a result, we must examine the interaction between women and other social institution structures in order to comprehend how these structures serve to limit women's liberty and autonomy. You will study about the nature of women's subjection in relation to class, caste, and tribe and religion in this unit. You will also learn about resistance through given examples of women, individuals, and communal struggles to overcome fight patriarchy at various levels. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ പറയാം ഒരുപാട് രീതികളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കീഴിലാണ് സ്ത്രീകൾ നിലനിന്നതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ സാധിക്കും. ഉന്നത ജാതിയിലാണെങ്കിൽ പോലും എന്താണ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് ആരെ കല്യാണം കഴിക്കണം, അതുപോലെ തന്നെ വിഡോസിന് റീമാരേജിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സതി എന്ന് പറയുന്ന ദുരാചാരം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഹൈറാർക്കി, അതായത് ജാതി ശ്രേണിയൊക്കെ നിലനിന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിലുള്ള ജാതി ശ്രേണിയിൽ ഉയർന്നത് ബ്രാഹ്മണന്മാരാണെങ്കിൽ പോലും അവിടെയും ആ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഒരുപാട് അസമത്വങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല അവർക്ക്. താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് ഒരുപക്ഷെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവകാശമെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷെ ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും വളരെ കീഴ്വെട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ജീവിതത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായത്. ഓരോ നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടന്നതും സ്വാതന്ത്ര്യ ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ നിലപാടും ഒക്കെ ഈ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ആശ്വാസം പകരുന്നതായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ട്രൈബ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ ഇടയിലും ഒക്കെയുള്ള സ്ത്രീകളുടെ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ബ്രാഹ്മണ സ്ത്രീകളുടെയും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന ജാതികളുടെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ സ്ട്രഗിൾസ്, ഈ ഒരു വിമൻസ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വുമൺ ആൻഡ് ക്ലാസ് ദേ സ്ട്രഗിൾ ഇൻ ദ ലേബർ മാർക്കറ്റ്, അതൊരു സ്ട്രഗിൾ ആണ് കേട്ടോ. വുമൻസ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള സ്ട്രഗിൾസിനെ കുറിച്ചും അവരുടെ പോരാട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വുമൺ ആൻഡ് ക്ലാസ് എന്ന് പറയുന്നത് their struggle in labor market ആണ് പറയാ. The extension of feminist work in the class and gender has resulted in the acknowledgement of women is productive labor force. Its stimulants reference to the category of class, the unwillingness of sociologists to accept anything other than class and essential wild category of social division, according to Jackson and Scott, needs to be questioned. As a result, feminist sociologists have established that class is one social stratification and the gender is also an important aspect of society. It is necessary to explore the analyze in the instruction between class and gender. Analyzing class without taking into account women can result in a based pictures of class in the workplace. അപ്പോൾ ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലേബർ മാർക്കറ്റിലെ പെൺകുട്ടികളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് പ്രധാനമാണ്. നമ്മൾ പറഞ്ഞു വിമൻസിന്, ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും എന്താണ് പുരുഷന്മാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് മറ്റ് ചില രീതികളിലുള്ള ചൂഷണങ്ങളും കാര്യങ്ങളും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ മാർക്കറ്റിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലി സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ പോലും
അവർക്ക് എന്താണ് ഒരു ജോലി ലഭിക്കുന്നത് വളരെ കുറവായിരിക്കും. എന്താ വെച്ചാൽ ജോലിയിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ആൺകുട്ടികൾക്ക് 2000 രൂപ കൊടുക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് 1000 രൂപയെ കൊടുക്കുമായിരുന്നുള്ളൂ. അപ്പൊ അത്രയും രീതിയിലുള്ള ആ ഒരു ഡിഫറൻസ് തൊഴിൽ മേഖലകളിൽ കൂലിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരാണ് ജോലി നോക്കേണ്ടത്, അവരുടെ വീട് നോക്കേണ്ടത്. അതുപോലെ തന്നെ പുരുഷന്മാർ കൂടുതൽ അധ്വാനികളാണ്, അവരുടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ചില ചിന്താഗതികൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തുച്ഛമായ തൊഴിൽ മാത്രമേ, അല്ലെങ്കിൽ തുച്ഛമായ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അതിന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ത്രാണിയില്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അവർക്ക് സമരം ചെയ്ത് എമൗണ്ട് കൂടി ചോദിക്കാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയിലൊക്കെ ആണ് ഇത്തരത്തിലുള്ള എമൗണ്ട് കുറവൊക്കെ അവർക്ക് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ let us now the narrative stories and empirical studies of better comprehend the forms and nature of women's struggle and resistance. In the late 1970s, Black feminists brought an intersectional approach to the study of social structure by bringing up concerns of gender and race, as well as their impact of occupational hierarchy in Western countries. In addition, feminist sociologists began to investigate the origins and causes of the gendered started labor market in the West in the 1980s in order to combat such pre-existing gender stereotypes. അപ്പോൾ 1970-ലെയും 80-കളിലെയും കാലഘട്ടത്തെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ലേവ്സ് ആയിട്ടുള്ള ആളുകൾ, ഒരു അടിമ ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന കാലഘട്ടവും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അടിമത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കാലമായി അല്ലെ. ബ്ലാക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശജരെയാണ് കൂടുതലായിട്ട് അടിമകളായിട്ട് അവര് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള അടിമത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അടിമകൾക്ക് എന്താണ്, ജോലിക്ക് അവർക്ക് കൂലി പോലും ലഭ്യമാകുമായിരുന്നില്ല. അതുപോലെ തന്നെ പെണ്ണടിമകൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പെണ്ണടിമകളായിട്ടുള്ള ആളുകൾ വളരെ കഷ്ടപ്പാടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ ആ പെൺകുട്ടികൾക്ക് വോട്ടവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനൊക്കെ എതിരെ ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ത്രീകൾ എടുത്തിട്ടുണ്ട്. ഇനി കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ദ സബോർഡിനേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കാസ്റ്റില്. അതായത് ജാതിപരമായിട്ടും ഒക്കെ ഈ ഒരു സ്ത്രീകള് കീഴ്വഴങ്ങിയാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ലേബർ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രഗിളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കാസ്റ്റ് മേഖലയിലാണെങ്കിലും ജാതി മേഖലകളിലാണെങ്കിലും ഒരുപാട് സ്ത്രീകള് ആണുങ്ങളെക്കാൾ കൂടുതൽ താഴ്ന്നാണ് നിലനിന്നിരുന്നത്. In this section, we will look at how the institution, the caste exerts control over women's sexuality and reproduction. We are going beyond the idea, and women's economic independence may not ensure autonomy and agency as long as they are ruled by India's caste system. In the complex link between gender, caste, and inequality has been by India's caste system. This complex link between gender, caste, and inequality has been theorized by Indian feminists in the areas of marriage, family, and reproduction. Feminist sociologists and anthropologists have been studying the complex link between caste and gender throughout the structure of marriage, sexuality, and reproduction. Caste and gender not only interact but also shape each other of social institutions. Let us examine their link using numerous examples and social anthropologist studies. അപ്പോൾ കാസ്റ്റും അതുപോലെ തന്നെ ജെൻഡറും വളരെ എല്ലാ രീതിയിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ററാക്ട് ചെയ്തിരുന്നു എന്നാണ് പറയാം. കാരണം നമ്മൾ പറഞ്ഞു സമൂഹത്തിൽ ഒരുപാട് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജെൻഡർ ഹൈറാർക്കി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കാസ്റ്റ് ഹൈറാർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളാണ് ഉയർന്നത്, ക്ഷത്രിയർ, അതിനുശേഷം വൈശ്യര്, പിന്നെ ശൂദ്രര്. ആ രീതിയിലാണെങ്കിൽ പോലും ബ്രാഹ്മണരായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ സാമൂഹികമായിട്ടുള്ള ഒരു അംഗത്വം അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ആദരവ് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. അവരുടെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിട്ടാണ് അവർക്ക് കൂടുതലായിട്ട് അനുവദിച്ചിരുന്നത്. അവരെ പുറത്തൊന്നും അങ്ങനെ വിട്ടിരുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, ആളുകൾക്ക് കൂടുതലായിട്ട് വുമൻസിന് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ഇതിനെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റും ജെൻഡറും തമ്മിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഒരുപാട് ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. The most relevant paradigm for understanding women's subordination in relation to caste stratification in Brahminical patriarchy. It's a framework that's only found in Hinduism and the caste system. In many places of India, this state system of form of patriarchy is prominent. In this made up the collection of regulations and social institutions that like caste and gender.
and in which women have played a key role in upholding caste boundaries. For example, adheres to ideology of the just wife and Pavitra woman. Pavitrata woman, as well as a set of rules and social practices and perpetuate and maintain gender inequality in terms of marriage, sexuality, and capture of lowest caste women's labor by upper caste in established divergent culture codes up for upper and lower caste women. അപ്പൊ നമുക്ക് ജാതി വ്യത്യാസമില്ലാതെ തന്നെ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ സെക്ഷുവാലിറ്റിയും, അവരെ കല്യാണം കഴിക്കേണ്ടത് എപ്പോഴാണ്, അതുപോലെ തന്നെ വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ അവരുടെ സോഷ്യൽ ലൈഫിനെ ഒരുപാട് മോശമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ലീല ദുബെയൊക്കെ ഈ ഒരു വുമൻസിന്റെ സിറ്റുവേഷനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലീല ദുബെ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വിമൻസ് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ലീല ദുബെ. അപ്പോൾ ലീല ദുബെ വർക്ക് ഓൾസോ ലിറ്ററേറ്റ് how women and caste interact with its come to focus preparation through the preparation of food and its purity. Women play a vital role in the managing caste distinctions. Women play a key role in the managing caste purity. According to Leela Dubey teachings, food related worries about purity and consummation start at home. The strict distinction between the domestic space, home, and the outside world is one of the caste principle. In the hierarchical order of caste, women's food patterns play a vital role. അപ്പോൾ വുമൻസിന്റെ ഫുഡ് പാറ്റേൺസും കാര്യങ്ങളെല്ലാം വളരെ വലിയൊരു റോള് നമ്മുടെ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയാം. അതുപോലെ തന്നെ ലീല ദുബൈയുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റിയുടെയും അല്ലെങ്കിൽ സ്ത്രീകൾ വളരെയധികം പവിത്രമായിരിക്കണം, സ്ത്രീകൾ ഭർത്താവിനോട് മാത്രമാണ് കൂറുണ്ടായിരിക്കുന്നത്, പവിത്രമായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരു കാസ്റ്റിന്റെ രീതിയിലാണെങ്കിൽ പോലും പല രീതിയിൽ ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് പോലും പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോഗ്രസീവ് ഇറ ഫോർ വർക്കിംഗ് വുമൻസ് സ്ട്രഗിൾ. അപ്പോൾ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോഗ്രസീവ് ഇറ ഫോർ വർക്കിംഗ് വുമൻസ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വർക്കിംഗ് ആയിട്ട് വുമൻസ്, അപ്പൊ നമ്മുടെ ഇന്ന് നമുക്കറിയാം പലപ്പോഴും സ്ത്രീകള് വിദ്യാസമ്പന്നരാണ്, അതുപോലെ തന്നെ അവർ ജോലിയിൽ പ്രവേശിക്കുന്നവരായിരിക്കും, പലപ്പോഴും ജോലിയുള്ള സ്ത്രീകളാണ് നമുക്ക് ചുറ്റും കാണാറുള്ളത് അല്ലെ. പലപ്പോഴും പുതിയ കുട്ടികളെല്ലാം ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വുമൻസ് ഇന്ന് നമ്മൾ വർക്കിംഗ് വുമൻസ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം പറയുന്നത് ഇന്ന് നമ്മൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് ആ ജോലിയും ചെയ്യുന്നു, അവിടുന്ന് പൈസ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ജോലിയും കൂടെ ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ രണ്ട് രീതിയിലും ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ സ്ത്രീകൾക്ക് ഇന്ന് വരുന്നുണ്ട് അല്ലെ. വളരെ കുറഞ്ഞ ചില ഇടത്ത് മാത്രമേ എന്താണ് സ്ത്രീകളും കൂടെ ജോലിക്ക് പോകുമ്പോൾ ഹസ്ബൻഡ്സിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ സ്ത്രീകൾക്ക് ലഭ്യമാകുന്നുണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പലയിടത്തും നമുക്കറിയാൻ സാധിക്കും പല സ്ത്രീകളും ജോലിക്ക് പോകുന്ന സ്ത്രീകളെല്ലാം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അവർ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് എവിടെയെങ്കിലും ഡേ കെയറിലൊക്കെ ആക്കിയിട്ട് ജോലിക്ക് പോകുന്നു. അത് അതിൻ്റെതായ സ്ട്രെസ്, കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ട്രെസ്, അതുപോലെ തന്നെ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ സ്ട്രെസ്, അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ടുള്ള വിശ്രമമില്ലാത്ത മറ്റു ജോലികൾ, വീട്ടുജോലികൾ, ഇതെല്ലാം കുഞ്ഞിന്റെ പരിപാലനം, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അവർ ഒരുപാട് സ്ട്രെസ്ഡ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യത്തിൽ ചില സ്ത്രീകൾക്ക് ഇല്ലാതെയാവുന്നുണ്ട്. ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പലയിടത്തും സ്ത്രീകളെയൊക്കെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ജോലിക്ക് പോയിക്കോളാൻ പറയുന്നുണ്ട്, പക്ഷെ വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാൻ സാധിക്കും. Annie used Frank Parking's idea of closure of the distribute of nature of women's explosion from the medical profession for her chapter of patriarchy and profession. Parking's theory of closure will be beneficial in examining women's resistance to patriarchy and gender-based exclusion in male-dominant field. The terms exclusion strategy and portionary closure are defined by Parking
a suspectory strategy according to Parking refers to the techniques to collective action or mobilization adopted by marginalized socio-economic groups to fight or challenge their exclusion. The dominant social grouping, on the other hand, use the exclusionary approach to extract dominance over the subordinate group. This discrimination was employed by Witts to explain the gendered aspects of occupational closure. Men are the dominant social class in the occupational closure model, with a superior access of rewards and opportunities. Inclusionary is under J-graded techniques used by women to challenge the male monopoly in the labor market. Women simply do not comfort patriarchal closure in numerous occupations, but instead must combat in a male-dominant labor market. Examine resistance from a feminist progressive consider the medical profession in the United States. അപ്പോൾ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും മെയിൽ ഡോമിനേഷൻ ഉള്ള മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രാക്ടീസ്, മെഡിക്കൽ ഫീൽഡിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് വർക്കിംഗ് വുമൻസ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഇക്കണോമിക് ഫ്രീഡം ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ലൈഫ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ ഒറ്റക്കാലിൽ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ശേഷി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അമിതമായിട്ടുള്ള ഗാർഹിക പീഡനങ്ങളൊന്നും സഹിക്കാതെ അവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ജീവിതം വേണമെങ്കിൽ കെട്ടിപ്പടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാൻ കഴിയും നമ്മുടെ എക്സാമിനൊക്കെ വരുമ്പോൾ. ഈ ഒരു പ്രോഗ്രസീവ് ഇറയിലാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയിലെ സമ്മർദ്ദവും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളുടെ സമ്മർദ്ദം ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ in the mid-19th century, male domination in medical practice was prevalent throughout the Western world, and the comprehensive situation existed in India. Gender-based exclusion was never established in any law, but it was widely practiced in the universities, medical schools, and teaching hospitals. Exclusionary mechanisms were embedded in the institutional spheres of civil society, operating in the modern university and professional corporation. According to Witts, the claim that the male power over medical producers was organized in the area of civil society, resulting in women's occupational closure. അപ്പോൾ ഈ ഒരു 19th സെഞ്ചുറി ഒക്കെ എന്തായിരുന്നു, മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. ഒരു സമയത്ത് ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡിലൊന്നും എൻട്രൻസ് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല എമൗണ്ട് കിട്ടുന്ന, നല്ല റെസ്പെക്ട് കിട്ടുന്ന ജോലികളിലൊന്നും സ്ത്രീകൾക്ക് കയറാനായിട്ട് സാധിച്ചു വരുന്നില്ല. പിന്നീട് എന്താണ്, നല്ല രീതിയിലുള്ള വിമൻസ് പാർട്ടിസിപ്പേഷൻ എല്ലാ ജോബ് ഇൻഡസ്ട്രീസിലും വന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഡോക്ടേഴ്സിലാണെങ്കിലും എഞ്ചിനീയേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലാണെങ്കിൽ പോലും സ്ത്രീകൾ കൂടുതൽ വരാനായിട്ട് തുടങ്ങി. അപ്പൊ അതൊക്കെ ഓർക്കാം. പിന്നെ വരുന്ന റെസിസ്റ്റൻസ് ബൈ വുമൻ ഇൻ ദ മെഡിക്കൽ വേൾഡ് ആണ്. Elizabeth Garrity, the student of Aberdeen University, started the fight on her own. Following that, the group of women took the male dominance in the medical practices. The fought offer access to medical education for examinations. Initially, aspiring female doctors focused their efforts on gaining access to medical education and training. Later, they challenged the medical man's control over midwifery practices, the distribution of female midwifery, the widespread killing of female midwives in Western Europe during the 17th and 18th centuries is well documented. Women challenged some of these practices by establishing formal system in the medical field. In 1988, for example, a woman campaign for a state-run nurse registration system was launched. The British Nurse Association was formed with the goal of giving this profession a legal recognition. As part of the campaign, women fought to change power dynamics in the medical profession, gaining autonomy over the quality and durations of nurse education, as well as better pay and working conditions for women nurses. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ വാർഡിലുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മുടെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ഏകദേശം 19th സെഞ്ചുറിയിലൊക്കെ ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങളൊക്കെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വുമൻസിനും അതുപോലെ തന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള വുമൻ ഡോക്ടേഴ്സിനൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള
പോലെയുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് എലിസബത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം റീസെന്റ് നമുക്കൊരു എന്താ അവരുടെ കോളേജിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു ഡോക്ടറിനെ വളരെ ക്രൂരമായി പിടിപ്പിച്ച് വധിച്ച അല്ലെങ്കിൽ കൊന്നു കളഞ്ഞ ഒരു കേസൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ സ്ത്രീകളുടെ അവസ്ഥ ഇന്നും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ കൃത്യമായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു പെൺകുട്ടീനെ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടീനെ അതിക്രൂരമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞത് ഒരു സംഭവമായിട്ട് നമുക്കറിയാം. ഒരു മുസ്ലിം പെൺകുട്ടി. അതുപോലെ തന്നെയാണ് ഒരു ഡോക്ടറിനെ, വനിതാ ഡോക്ടറിനെ അവളുടെ പഠന മേഖല അല്ലെങ്കിൽ കോളേജിന്റെ ഒരു റൂമില് ഒരു ഹാളില് അവള് വളരെയധികം പീഡനത്തിന് ഇരയായിട്ട് അവളെയും അവളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വിമൻസിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ട്, പല മേഖലകൾ ഉണ്ടെങ്കിൽ പോലും അവൾ നേരിടുന്ന വെല്ലുവിളികളും അത് ഒന്നും ഇപ്പോഴും തീർത്തും അവഗണിക്കപ്പെട്ടില്ല. ഇന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ക്രൂരമായിട്ട് വളരെ മോശമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് ആഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് വുമൻസ് ആൻഡ് പൊളിറ്റിക്കൽ സെൽഫ് ഓർഗനൈസേഷൻ ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് ഒരു സപ്പോർട്ട്, നമ്മുടെ തന്നെ ഒരു ഓർഗനൈസേഷൻ വളർത്തിയെടുക്കുകയും അതുപോലെ തന്നെ വുമൻസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു വുമൻസിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു സ്ഥലം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ലോസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു പെൺകുട്ടീനെ അതിക്രൂരമായിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരാളെ വധിക്കാൻ പോലുമുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുന്നതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് എടുക്കാറില്ല. അപ്പൊ ആ രീതിയിലുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ആ നിയമങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആരുടെയും ബലിയാടാകളാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വിമൻ പൊളിറ്റിക്കൽ സെൽഫ് ഓർഗനൈസേഷൻ ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ? ക്ലിയർ ആണോ? ചാറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത് ആ ഒരു വിമൻസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആ വിമൻസിന് നമ്മൾ കൊടുത്തിട്ടുള്ള കുറച്ച് ലോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുകയും നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ ഏത് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതി വെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിലും കൂടെ നമുക്ക് ഒരു വിമൻസിന്റെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 20 മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഒരു 5-6 പേജെങ്കിലും മിനിമം എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ആ രീതിയിൽ വേണം പഠിക്കാനായിട്ടേ. ഓക്കെ, താങ്ക് യു.